നായകൻ ഒരു യാത്രാമധ്യേ ഒരാളെ കണ്ടുമുട്ടുകയും എന്നാൽ ഇതേ യാത്രക്കിടയിൽ ഇയാൾ മരണപ്പെടുകയും ശേഷം അയാളുടെ വേറെ ബോർഡ്സ് അറിയാവുന്ന നായകൻ വിവരമറിയിക്കാൻ ആളുടെ വീട്ടിലേക്ക് എത്തുകയും എന്നാൽ സാഹചര്യവശാൽ മരിച്ചുപോയ ആളുടെ ഐഡന്റിറ്റിയിൽ അവിടെ ജീവിക്കേണ്ടിയും വരുന്നു. സിനിമ മല്ലു സിംഗ്, വർഷം 2012. നായകൻ യാത്രാമധ്യേ ഒരാളെ പരിചയപ്പെടുകയും എന്നാൽ അയാൾ കൊല്ലപ്പെടുകയും ശേഷം അയാളുടെ വേറെ ബോർഡ്സ് അറിയാവുന്ന നായകൻ വിവരമറിയിക്കാൻ ആളുടെ വീട്ടിലേക്ക് എത്തുകയും എന്നാൽ സാഹചര്യവശാൽ അയാളുടെ ഐഡന്റിറ്റിയിൽ അവിടെ ജീവിക്കേണ്ടിയും വരുന്നു. സിനിമ അത്തടു, വർഷം 2005. എന്നാൽ ഏതാണ്ട് ഇതേ പ്ലോട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ വന്നിരുന്നു. സിനിമയുടെ പേര് സാമൂഹ്യ പാഠം. നായകൻ ദിലീപ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ മറ്റു രണ്ട് സിനിമകളിലും നായകന്റെ സാഹചര്യം നമുക്ക് മനസ്സിലാവുകയും ആളുടെ പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനും കഴിയും. എന്നാൽ ഈ സിനിമയിൽ അതങ്ങനെയല്ല. ഏതാണ്ട് മേൽപ്പറഞ്ഞ അതേ സാഹചര്യത്തിൽ മറ്റേ കഥാപാത്രത്തിന്റെ വീട്ടിലെത്തുന്ന നായകനെ എനിക്ക് ഒരുപക്ഷെ സിനിമ കണ്ട എല്ലാവർക്കും തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ അത് സ്പോയിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ തീർച്ചയായും നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം നടൻ പ്രേംകുമാറിന്റെ അഭിനയമായിരുന്നു. ഇതുപോലൊരു ഇന്റൻസ് കഥാപാത്രമായി പുള്ളിയെ അതിന് മുൻപോ ശേഷമോ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. പടം ക്ലൈമാക്സിലെത്തി എല്ലാം അവസാനിക്കുമ്പോൾ ദൂരേക്ക് നടന്നു നീങ്ങുന്ന ഈ ഒരു കഥാപാത്രം സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല.